സർക്കാരിൻ്റെ ഒരു നിയമങ്ങളുണ്ട്, പൈസ അടയ്ക്കേണ്ട നിയമങ്ങളുണ്ട്. അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പൈസ അടയ്ക്കും. അന്ന് പൈസ അടച്ചിട്ടില്ല എന്ന് തന്നെ അന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്. ആ പൈസ എത്രയാണെന്ന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയാം, വലിയ എമൗണ്ടാണെന്ന് പറയും. അതൊരു കാര്യം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കരാർ ലംഘനം നടത്തിയെന്ന് താങ്കൾ പറയുകയും ചെയ്തു. ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് കരാർ ലംഘനം നടത്തി, നിയമപരമായി മുന്നോട്ട് പോകും. ഇപ്പോൾ പറയുന്നത് കരാർ ലംഘനം നടത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, കരാർ ലംഘനം നടത്തിയെന്ന് അറിയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ് കഴിയണം. ഡേറ്റ് വരില്ല എന്ന് അവർ പറയണം. നല്ല കരാർ ഒക്ടോബർ നവംബറിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഒക്ടോബർ നവംബറിൽ വരില്ല എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ കരാർ ലംഘനം നടത്തിയെന്ന് പറയാം. സമയവുമില്ലല്ലോ ഇനി. അല്ല, അത് ഇനിയുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു 10-15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. 15 ദിവസം മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കരാർ ലംഘനമാണെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. നമുക്ക് 130 കോടി രൂപയ്ക്ക് മേലെ അടച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ പണം അടച്ചതിൻ്റെ അല്ല പ്രശ്നം. ഞാൻ പറയുന്നത് അതിന് നമുക്ക് രേഖകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് അയച്ച രേഖകളുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. അത് അവരുടെ ബാങ്കിലേക്കാണ്. ആ ബാങ്ക് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ പ്രസിഡന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഈ 150 കോടി രൂപ ചെറിയ പൈസയാണോ? ചെറിയ പൈസയാണോ? അത് ആരെ വിശ്വസിച്ച് അയക്കുന്നത്? ഈ ഒന്നാമത് വിന്നിങ് ചെയ്തൊരു പാർട്ടി കമ്പനീനെ വിശ്വസിച്ചിട്ടും ആ ഒരു ഫുട്ബോൾ അസോസിയേഷൻ വിചാരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് ഈ കാര്യം. കേരളത്തിൽ ഇന്ത്യയിലെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും നല്ല രീതിയിൽ കോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ആകാൻ പറ്റുമോ? ചെറിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്, വലിയ ഏജൻസികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള GCC കൺട്രീസുകളിലുള്ള മെയിൻ സ്പോൺസർഡ് കമ്പനികൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് 100-150 കോടിക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തെ ഒരു സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയണ്ടേ, നമുക്കിതിനൊരു ധാരണ വേണം. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ 2-3 സൈൻ ചെയ്ത് മര്യാദയാണ്, നമുക്കത് അംഗീകരിക്കാം. അവർക്ക് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അവർ കഷ്ടപ്പെട്ട് ജയിച്ച് വന്ന ടീമാണ്, അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് കരാറിലെങ്ങനെയല്ലേ? ഇനി വരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോലും ഒരു എഗ്രിമെൻറ്റ് വെച്ച പാർട്ടി, ഒരു എഗ്രിമെൻറ്റ് വെച്ച പ്രസിഡന്റ് സെക്രട്ടറി നമ്മളോട് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ട മര്യാദ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യത്തിനകത്ത്? 10-15 ദിവസമാണെന്ന് പറയാം. കരാർ ലംഘനം നടത്തി കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഈ മെസ്സി ടീമിന് വരാൻ കഴിയില്ല. ഈ കരാർ ലംഘനം നടത്തിയ ചീറ്റിംഗ് ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഇല്ലെങ്കിലാണ് പറഞ്ഞത്. നമ്മളോട് പണം മേടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുക, പണം മേടിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റ് വെക്കുക, പണം മേടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പണം മേടിച്ചതിന് ശേഷം വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പക്ഷെ പറയേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അവരുടെ മെയിൽ എങ്ങനെയാണെന്നറിയോ? ഞാൻ അവരെ ഫൈനൽ നമുക്ക് ഒഫീഷ്യലി വന്ന മെയിൽ എന്ന് പറയുന്നത്, ഒഫീഷ്യലി വന്നത് ഒഫീഷ്യലി നമ്മൾ പറഞ്ഞെന്താണെന്നറിയോ? Today our treasurer confirmed that the fund were credited and received the amount. പൈസ കിട്ടി എന്ന് പറയുന്നു. We will plan to our next step. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇൻക്ലൂഡിങ് മിസ്റ്റർ ലിയാൻഡ്രോ who you are in direct contact with you. നിങ്ങളുമായിട്ട് ലിയാൻഡ്രോ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ട് ഫൈനലൈസ് ചെയ്യും. We thank you for your patience. നമ്മളോട് പറയാം, നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചതിൻ്റെ പേഷ്യൻസിന് നന്ദി പറയാം. ആൻഡ് diligence for the process ahead. മനസ്സിലായോ? നമ്മളോട് അവർ നന്ദി പറയാം. നിങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചു നിന്നതിന് നമ്മൾ പറയാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ് എന്ത് ഇത് 2026 സെപ്റ്റംബറിൽ വരാം. അതെ, അങ്ങനെ തന്നെ, അങ്ങനെയാണ്. ഇന്ത്യയിലെ പണം അയക്കാനുള്ള ലോകളെല്ലാം ക്ലിയർ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ വിത്ത് പെർമിഷനോട് കൂടിയിട്ട് പണം അയക്കുക, അത്രേ പറ്റുള്ളൂ. പണം നൽകുന്നല്ല, പൂർത്തിയായ ശേഷം നമ്മൾ അവരെ അറിയിക്കുകയും നിങ്ങൾ പണം അയച്ചോ എന്ന് അവർ കൺഫർമേഷൻ തരികയും വേണം. അല്ലല്ല, അങ്ങനെയല്ല. നമ്മളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രൊസീജിയറും പൂർത്തീകരിച്ചിരിക്കുക. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്റ്റേഡിയം 45 ദിവസം കൊണ്ട് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്റ്റേഡിയം അവരെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവരെ അറിയിച്ചിട്ടുണ്ട്. അവരത് എഗ്രി ചെയ്തിട്ടുണ്ട്.
ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേഡിയം പറ്റൂല എന്നുള്ള നിലയ്ക്കുണ്ടായിരുന്നു. ഏത് സ്റ്റേഡിയത്തിൽ കളിക്കും എന്നുള്ളത് ചോദിച്ചിരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പ്രശ്നമില്ല.